ഇംഗ്ലണ്ടിൽ അക്കാലത്ത് നിലനിന്നിരുന്ന എല്ലാ ചിട്ടവട്ടങ്ങളെയും വേരോടെ പിഴുതെറുകയാണ് വെങ്ങർ ആദ്യം ചെയ്തത്. കളിക്കാർക്കിടയിൽ വളരെ സാധാരണമായിരുന്ന ഡ്രിങ്കിങ് കൾച്ചർ പൂർണ്ണമായും നിരോധിച്ച അദ്ദേഹം അവരുടെ ഭക്ഷണ രീതിയിലും കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. തൻ്റെ ജപ്പാൻ വാസത്തിൽ നിന്നും ഒരു ശാസ്ത്രീയമായ ഡയറ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നതുകൊണ്ട് തന്നെ കളിക്കാരുടെ ഭക്ഷണമേശകളിലെ സ്ഥിരം വിഭവങ്ങൾ പലതും ഒഴിവാക്കുകയും പകരം ബോയിൽഡ് ചിക്കനും വൈറ്റമിൻസും എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ട്രെയിനിങ്ങിലും വെങ്ങർക്ക് അയാളുടേതായ കുറേ രീതികളുണ്ടായിരുന്നു. പൊതുവെ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഡ്രില്ലുകൾ കാലഹരണപ്പെട്ടതാണെന്ന അഭിപ്രായക്കാരനായിരുന്ന അയാൾ ടെക്നിക്കൽ എബിലിറ്റിക്കും റിക്കവറിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ ആരംഭിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും റിസൾട്ടുകൾ കളിക്കളത്തിൽ കാണാൻ സമയം പിന്നെ ഒരുപാടെടുത്തു. ഡെർബിയോടും ഷെഫീൽഡിനോടും ലിവർപൂളിനോടും തോറ്റ ആഴ്സണൽ സീസൺ പകുതിയാകുമ്പോഴേ 12 പോയിന്റുകൾക്ക് യുണൈറ്റഡിൻ്റെ പുറകിലാണ്. ഒരിക്കലും ഒരു ഫോറിൻ മാനേജർക്ക് പ്രീമിയർ ലീഗ് കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ലെന്ന ചരിത്രം ഒരിക്കൽ കൂടെ ആവർത്തിക്കുമെന്ന് തന്നെ ഏതാണ്ട് ഉറപ്പായി. ബട്ട് എ ഫ്യൂ തിങ്സ് were changing in the background.